ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്നാ പിന്നെ നമുക്കിറങ്ങാം. ഞാൻ എന്റെ ഭർത്താവിനെ 2-3 തവണ കെട്ടും. ഓ, അപ്പൊ നീ വലിയ സന്തോഷത്തിലാണല്ലേ? അതെ, വലിയ സന്തോഷം തന്നെയാ. അപ്പോ ഇന്ന് ഫസ്റ്റ് നൈറ്റ് ഒക്കെ കാണുമല്ലോ? തീർച്ചയായിട്ടും കാണും. എന്തായാലും നീ രണ്ടാമത് കല്യാണം കഴിക്കുമല്ലേ? നിയമപരമായി ഞാനിപ്പോഴും നിന്റെ മൂത്ത ഏട്ടത്തെയാണ്. അയ്യോ, ഞാനതങ്ങ് മറന്നുപോയി. നീ മറക്കും, പക്ഷേ എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഈ ഏട്ടത്തിയമ്മ നിനക്കൊരു സമ്മാനം അയച്ചിട്ടുണ്ട്. എനിക്ക് നിങ്ങളുടെ ഒരു സമ്മാനവും ആവശ്യമില്ല. ശേ, അങ്ങനെ പറയല്ലേ. നിനക്ക് കണ്ടു രസിക്കാൻ ചില വീഡിയോകളും ഫോട്ടോസും ഒക്കെ ഞാൻ അയച്ചിരിക്കുന്നെ. നീ അതൊക്കെ ഒന്ന് കാണ്, കണ്ടൊന്ന് ആസ്വദിക്കുന്നേ. എനിക്കിപ്പോ അതിനൊന്നും സമയമില്ല. ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോകാൻ ഇറങ്ങാം. നിങ്ങളുടെ സമ്മാനം എനിക്ക് ആവശ്യമില്ല. അതുകൊണ്ട് ഞാനത് തുറന്നു നോക്കാനും പോകുന്നില്ല. ഇന്ന് നടക്കാൻ പോകുന്നത് നിന്റെ ഫസ്റ്റ് നൈറ്റ് അല്ല, നിന്റെ ലാസ്റ്റ് നൈറ്റാ. ഇന്നത്തോടെ തീരും നിന്റെ എല്ലാ സന്തോഷങ്ങളും. തോറ്റ് തുന്നമ്പാടി നിൽക്കുമ്പോഴും എല്ലാ വില്ലത്തികളും പറയുന്ന ക്ലീശ ഡയലോഗാ ഇത്. ഒന്ന് വെച്ചിട്ട് പോകുന്നുണ്ടോ? ഞാൻ നിനക്ക് അയച്ചിട്ടുള്ള വീഡിയോസും ഫോട്ടോസും ഇപ്പൊ നീ നോക്കിയില്ലെങ്കിൽ പിന്നീട് നീ ദുഃഖിക്കും. സമയം കിട്ടുമ്പോ അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്ക്. അപ്പൊ നിനക്ക് മനസ്സിലാവും നിന്നെ ചതിക്കുന്നത് ആരാണെന്ന്. അപ്പോ ഓൾ ദി ബെസ്റ്റ്. അച്ചു, നീ എന്തുവായി ചെയ്യുന്നേ? പന്നി ഇറങ്ങിയ സമയമായി. ഓ എടി കൊച്ചെ, നീ ആ ഫോണൊന്ന് മാറ്റി വെച്ചേ. വാ ഇറങ്ങാം മോളെ. ഇതുവരെ കഴിഞ്ഞില്ലേ? എന്നാ ഇറങ്ങാം. അവിടെ എല്ലാരും റെഡി ആയിട്ട്. അതെ, അമ്മയുടെ കാലി തൊട്ട് അനുഗ്രഹം വാങ്ങിക്ക. എന്തായാലും ഒരു താലി കഴുത്തിൽ അണിയാൻ പോവല്ലേ. എങ്ങനെയുണ്ട് അച്ഛന്റെ മോൻ? ഒരുങ്ങിയത് ഇത്തിരി കുറഞ്ഞു പോയെന്ന് തോന്നുന്നു. ആണോ? അല്ലേ? അച്ഛനാക്കിയതാണല്ലേ? അല്ലടാ, ഇന്നൊരു സന്തോഷമുള്ള ദിവസമല്ലേ. ഞാൻ നിങ്ങളുടെ കൂടെ കൂടിക്കളയാന്ന് വിചാരിച്ചു. അല്ല, അർച്ചനയും നീയും തമ്മിലുള്ള പിണക്കമൊക്കെ മാറിയോ? അതോ അവിടെ ചെല്ലുമ്പോ അവള് കല്യാണം വേണ്ടെന്ന് പറയോ? അയ്യോ അച്ഛൻ, കരുനാക്കെടുത്ത് വളക്കല്ലേ. എല്ലാം ഞാൻ ഒരുമാതിരി പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിരിക്ക. അപ്പൊ ഇവരുടെ പിണക്കൊക്കെ മാറുന്ന ലക്ഷണമുണ്ട്. എടാ, ഫോട്ടോഗ്രാഫറോടെ ഒന്ന് വിളിച്ചേ, നമുക്കൊരു ഫോട്ടോ എടുക്കാം. അയാളൊക്കെ അമ്പലത്തിലേക്ക് പോയി. തൽക്കാലം മൊബൈലിലെ ഫോട്ടോസ് ഞാൻ എടുക്കാം. ആയിക്കോട്ടെ. അല്ല, അർച്ചന എവിടെ? ഇതുവരെ റെഡിയായില്ലേ? വരുന്നുണ്ടല്ലോ. മുഖത്ത് നല്ല തെളിച്ചമുണ്ട്. ഭാഗ്യം. മാലയിടൽ ചടങ്ങ് കഴിഞ്ഞ് എല്ലാം തുറന്നു പറഞ്ഞു കഴിയുമ്പോ ഇവളുടെ എല്ലാ പിണക്കവും മാറും.
എന്നാ പിന്നെ ചെറുക്കനും പെണ്ണും കൂടി ഒന്ന് ചേർന്ന് നിന്നേ. എന്നെ നോക്കിയിട്ടൊന്നും കാര്യമില്ല. ഇന്നിനി ഞങ്ങൾ പറയുന്നത് കേട്ടേ പറ്റൂ. ആ അത് ധനുഷ് പറഞ്ഞത് ശരിയാ. ഇന്നിനി മാലയിടൽ ചടങ്ങ് കഴിയുന്നത് വരെ നിങ്ങൾക്കൊരു റോളും ഇല്ല. ഡേഡി നീ എന്തിനാ ഇങ്ങനെ നാണിച്ചിരിക്കുന്നത്? ഇങ്ങോട്ട് ചേർന്നേക്ക്. ഇങ്ങോട്ട് നിക്കടി. മോനെ ധനുഷേ, നല്ലൊരു ഫോട്ടോ എടുത്തേ. ഇനി എല്ലാരും ചേർന്നൊരു ഗ്രൂപ്പ് ഫോട്ടോ. 2 കുടുംബക്കാരും കൂടിയുള്ള ഫോട്ടോ നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ. ഗ്രൂപ്പ് ഫോട്ടോ നമുക്ക് അമ്പലത്തിൽ വെച്ചെടുക്കാം. ഇപ്പൊ നമുക്കൊരു സെൽഫി ആയാലോ? ഓ ആയിക്കോട്ടെ. റെഡി? മോളെ അച്ഛന്റെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങ്. ഈ ചടങ്ങുകളുടെ ഒന്നും ആവശ്യമില്ല. അവിടെ പോയൊരു മാല ഇടുന്നതിന് ഇത്രയും ഒരുങ്ങേണ്ട കാര്യം പോലും ഇല്ലായിരുന്നു. അങ്ങനെയല്ല അച്ഛാ, ഇവനവന്റെ ഭാര്യയെ വീണ്ടും കല്യാണം കഴിക്കല്ലേ. ഇനിയൊരു ചാൻസ് ഇല്ലല്ലോ. അപ്പൊ ഒരുങ്ങിക്കോട്ടെ. രണ്ടാമതൊരു ജീവിതം തുടങ്ങുന്നു കരുതിയാ മതി. ആ ഇതെല്ലാം ദൈവത്തിന്റെ നിയോഗ. നീ എന്താടാ ഒന്നും പറയാത്തത്? എന്ത് പറയാനാ അച്ഛാ, കള്ളൻ കല്യാണച്ചക്കന്റെ വേഷമിട്ട് നിൽക്കുന്നുണ്ടില്ലേ? കല്യാണ പെണ്ണും കലക്കി. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ? മോളെ അനുഗ്രഹം വാങ്ങ്. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാം. എടി ഫോൺ നോക്കിക്കൊണ്ടിരിക്കാതെ അങ്ങോട്ട് ഇറങ്ങ്. സമയായി. എല്ലാരും ഇറങ്ങുമ്പോ